കിച്ചന്റെ ഇപ്പത്തെ അവസ്ഥ എങ്ങനെയാന്ന് കാണിക്കാം. നമ്മുടെ കിച്ചൺ ഇപ്പൊ ക്ലീൻ ആയില്ലേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ 3 പേര് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. മുഴുവൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളൊരു കോൾഡൊക്കെ കഴിഞ്ഞിട്ട് ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ വേഗം ഫുഡ് ഉണ്ടാക്കുന്നു, പോയി കിടക്കുന്നു, അങ്ങനെ പറ്റിയുള്ള ഒരു 3-4 ദിവസമായിട്ട് വയ്യാത്തോണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഷോപ്പിങ്ങിന് പോയിട്ട് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഫ്രിഡ്ജിൽ. അതൊന്നും എനിക്ക് അറേഞ്ച് ചെയ്യാനും ഒന്നിനും പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മടി പിടിക്കാണ്ട് ഇന്ന് തന്നെ എല്ലാം ചെയ്തു തീർക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് തന്നെ ഞാൻ നമ്മുടെ കിച്ചന്റെ ഇപ്പത്തെ അവസ്ഥ എങ്ങനെയാന്ന് കാണിക്കാം. എല്ലാം അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ. വയ്യാത്തോണ്ട് തന്നെ എനിക്ക് ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും വയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. പാത്രങ്ങളെല്ലാം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ അപ്പപ്പോൾ കഴുകി വെക്കണമെന്നാണ് കേട്ടോ പാത്രങ്ങൾ. അപ്പൊ എല്ലാം ഒന്ന് ഒരുമിച്ച് ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടുകുട്ടിയും ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട് അല്ലേ? ഉണ്ണി അവളുടെ ആയുധങ്ങളൊക്കെ എടുത്ത് റെഡി ആയി വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ണി റെഡിയാണോ? ഫസ്റ്റ് നമുക്ക് പാത്രങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെല്ലാം ക്ലീൻ ചെയ്താൽ തന്നെ പകുതി നമുക്ക് പണി കഴിഞ്ഞു എന്നുള്ള പോലെയാണ് അല്ലേ? കൊറേ പാത്രങ്ങളുണ്ട് അല്ലെ കഴുകാൻ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് പാത്രങ്ങൾ കഴുകി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഡിഷ് വാഷറൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മള് കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് അധികം യൂസ് ചെയ്യേണ്ടി വരാറില്ല. ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നു, അല്ല ഒരുപാട് പാത്രങ്ങൾ കഴുകാറുണ്ട്, നമുക്ക് വയ്യാത്ത ദിവസങ്ങളൊക്കെ ഞാൻ ഡിഷ് വാഷർ തന്നെ യൂസ് ചെയ്യാറ്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ജോലിയായ പാത്രം കഴുകല് അവസാനിച്ചിരിക്കുന്നു അല്ലേ ഉണ്ണി? ഇനി ഞങ്ങള് ബാക്കി എല്ലായിടവും ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഇതും ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതും എടുത്തു വെക്കാം. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. ഉണ്ണി റെഡിയാണോ? ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ ഇപ്പത്തെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് വേറെ വേറെ പാക്കറ്റിലാക്കി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. കുറെ സാധനങ്ങൾ കളയാനുണ്ട്, അത് കളയണം അല്ലേ മീക്കുട്ട? എല്ലാം എടുത്തു വെച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. റെഡി ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ എന്താ ചെയ്യാറ് വെച്ചാ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലത്തെ സിപ്പ് ബ്ലോക്ക് കവറിൽ ഇട്ട് വെക്കുകയാണ്. എന്നാൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. ഇതാണോ ഈ മല്ലിയിലൊക്കെ ഞാൻ കുറെ കാലമായിട്ട് ഇതേപോലെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു കേടും പറ്റില്ല കേട്ടോ. ഞാൻ പല രീതിയിലും ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് പല മെത്തേഡും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാലം ഇരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് അപ്പൊ നമുക്ക് ഈ പുതിനയിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഓരോ ഇന്റർലോക്കിലാക്കിയിട്ട് എടുത്തു വെക്കാം. ഇന്റർലോക്കിലാക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് അതിൽ കുറേ നമ്മൾ കുത്തി നിറയ്ക്കാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെക്കണം. എന്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ്, അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്രാവശ്യം പുതിനയില നല്ല പുതിനയിലൊന്നല്ല കിട്ടിയത്, വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു. ഇനി ഇതിലെ നല്ലതൊക്കെ നോക്കി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കവറിലായി എടുത്ത് വെക്കാം. ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ സുഖമായിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ ഇതല്ലാതെ കുറെ മെത്തേഡ് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കാലം ഇരിക്കുന്നതും കൂടുതൽ ഫ്രഷ് ആയിട്ടും തോന്നിയത് ഇതാണ്. ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അവര് ഫ്രീസറിൽ മുറിച്ച് വെക്കുന്നതൊക്കെ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അപ്പൊക്കെ ഫ്രഷ് ആയിരിക്കും, പക്ഷെ അത് എടുത്ത് കഴുകി ഈ നമ്മള് ബിരിയാണിയിലാണല്ലോ അധികം യൂസ് ചെയ്യുക, ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുമ്പോ കുറച്ച് ഫ്രഷ് കുറവായിട്ടുള്ള പോലെ തോന്നാറുണ്ട്. ഇവിടെ ഒരാള് നന്നായിട്ട് വികൃതി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. ഇതിൽ ഞാൻ ഇട്ട് വെക്കുക ചെയ്യാറ്.
ഇതാ ഇതുപോലെ ഇന്റർലോക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തുണ്ടായിരുന്ന പുതിന എല്ലാം. ഇതിനി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ കഴുകാറ്. കാരണം കുപ്പകൾ കിടക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ വിനാഗിരിയും ഉപ്പിട്ട് കഴുകിയിട്ട് എടുത്ത് വെക്കുക ചെയ്യാറ്. ബ്ലൂബെറി, ഗ്രേപ്സ് എല്ലാം ഞാൻ വിനാഗിരിയും ഉപ്പിട്ട് കഴുകിയിട്ട് എടുത്ത് വെക്കുക ചെയ്യാറ്. നമുക്ക് വേണ്ടപ്പോ എടുത്ത് യൂസ് ചെയ്യാലോ. ഇതില് ഇനി വിനാഗിരിയും ഉപ്പും ടെമൂന്ന് വാങ്ങിയതാണ്. നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാം. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇത് അതേപോലെ കളയും ചെയ്യാം. ഇനി വേഗം നമുക്ക് നമ്മുടെ പണികൾ നോക്കാം. എല്ലാം അതിൻ്റെതായ സ്ഥലത്തേക്ക് എടുത്തു വെക്കുകയാണ് ഞാൻ. ഫ്രിഡ്ജിൽ കുറച്ച് ലെറ്റ്യൂസും കോളിഫ്ലവറും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി അതൊക്കെ വൃത്തിയാക്കി വെക്കാം. ലെറ്റ്യൂസ് വെള്ളം കയറിയ പെട്ടെന്ന് തന്നെ ചീത്തയാവും. ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോളിഫ്ലവർ ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം, എല്ലാം വൃത്തിയാക്കിയ ശേഷം ഇതും എടുത്തു വെക്കാം. അതെന്താ അറിയോ? കോളിഫ്ലവർ. ബ്രൊക്കോളി പോലുണ്ട് അല്ലേ? ഈ കോളിഫ്ലവർ ഞാനൊരു എയർ ടൈറ്റ് ഉള്ള പാത്രത്തിൽ എടുത്തു വെക്കുകയാണ്. നമുക്കിതാ ഒരാഴ്ച യൂസ് ചെയ്യാനുള്ള കോളിഫ്ലവർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി കോളിഫ്ലവർ അതിലുണ്ടായിരുന്നത് ബാക്കിയുണ്ട്. ഇത് ഇന്റർലോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലേക്കല്ല, ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. എന്നാൽ നമുക്ക് കേടുവരാണ്ട് അടുത്ത ആഴ്ചയും നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് വേസ്റ്റ് ചെയ്യാണ്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ആ പാത്രത്തിലാക്കി വെച്ചിട്ട്, നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഞാൻ ആക്കി വെക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ ഈ ഇന്റർലോക്കിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ബ്ലൂബെറി ഇതാ കഴുകിയിട്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തു വെക്കാം. അതേപോലെ ഇനി നമുക്ക് ഗ്രേപ്സ് ഉണ്ട്. ഗ്രേപ്സും കൂടി ഇതുപോലെ നമുക്ക് കഴുകിയിട്ട് എടുത്തു വെക്കണം. ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയത് ഇരിപ്പുണ്ട്. ഇതും നമുക്ക് കുറച്ചെടുത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ബാക്കിയെടുത്ത് നമുക്ക് ഫ്രീസറിൽ ആക്കി വെക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കി ചിക്കൻ എടുത്തിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലെനിക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാണ്ട്, അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഇന്ന് നമ്മൾ ചായ സമയത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ മാവൊക്കെ അരച്ച് വെച്ചിരുന്നു. ചൂടോടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ പണികളും വരുന്നത് കൊണ്ട് ഇന്നിപ്പോൾ രാത്രിയാവുമെന്ന് തോന്നുന്നുണ്ട് എല്ലാം കൂടിയും കഴിയുമ്പോൾ. ചായപ്പൊടി ഇടാൻ പോയതും എൻ്റെ ഉണ്ണിയപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു എന്നൊരു ഡൗട്ടുണ്ട്. രണ്ടെണ്ണം കരിഞ്ഞു പോയി. ഇത് ശബരിമലയിൽ കിട്ടില്ലേ അപ്പം, അതുപോലെ. ഒരാളിവിടെ ചായ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുക്കാം. ഈ അപ്പവും ചായയൊക്കെ ഒന്ന് കുടിച്ച് സമാധാനത്തോടെ കുറച്ച് നേരം ഇരിക്കാം. ചായ കുടിക്കുമ്പോൾ ആസ്വദിച്ചിരുന്ന് കുടിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സമയം 5 മണിയായിട്ടുള്ളൂ, ഇരുട്ടാവാറായി. ഇപ്പം പിന്നെയും ഭേദമാണെന്ന് പറയാം, മറ്റേത് 4:30 ഇരുട്ടാവുമായിരുന്നു. നമുക്ക് ഉപ്പും മുളകൊക്കെ കണ്ട് ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോൾ ഫ്ലവേഴ്സ് TV-യിൽ ഉപ്പുമുളകൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാറ്. ആരൊക്കെ അത് കാണാറുണ്ട് എന്ന് പറയണേ. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പാത്രം ഇവിടെ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് അപ്പം കൊടുത്തയക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം. അടുത്ത പണി എന്ന് പറയുന്നത് ഈ സ്റ്റവ് വൃത്തിയാക്കലാണ്. നമ്മൾ രാവിലെ മുതൽ കുക്ക് ചെയ്തതിൻ്റെ ഒക്കെ അതിൽ ഒട്ടിക്കിടക്കുന്നുണ്ടാവും. ഞാനിത് അധികവും വൃത്തിയാക്കൽ കുറച്ച് സോഡാപ്പൊടിയും വിനാഗിരിയും ഡിഷ് വാഷിംഗ് സോപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് നമ്മുടെ നാരങ്ങയുടെ തൊലി ഉണ്ടാവില്ലേ ബാക്കി വന്നത്, അതെടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കും. അങ്ങനെ ഒരു 15 മിനിറ്റ് വിട്ടു വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് തുടച്ചെടുത്താൽ നല്ല വൃത്തിയായിട്ടുണ്ടാവും. പിന്നീട് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒഴിച്ച് വെക്കണം, നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒഴിച്ച് വെക്കാണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. മഷ്റൂമും ഇതേപോലെ തുടച്ചെടുത്ത് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ വെള്ളം വന്നിട്ട് അത് ചീഞ്ഞു പോകും. ഇതാ ഞാൻ സ്റ്റവ് ഒരു 15 മിനിറ്റിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായില്ലേ. മൈക്രോവേവിൽ യൂസ് ചെയ്യണ പാത്രമാണ്. ഇതും കൂടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ തൽക്കാലത്തേക്ക് നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഈ മൈക്രോവേവും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. ലെറ്റൂസ് കേടുവരാതിരിക്കാൻ ഇതേപോലെ നന്നായി തുടച്ചിട്ട് ഈ അലുമിനിയം ഫോയിലില്ലേ അതിൽ നന്നായിട്ട് ചുറ്റിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കുറേ കാലം അതുപോലെ ഇരിക്കും. ഇതാ നമ്മുടെ ഫ്രിഡ്ജും അങ്ങനെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ തുടച്ചെടുത്തു. നമ്മുടെ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലേക്ക് കയറ്റി. കോൾഡ് വന്നുകൊണ്ട് നമുക്ക് പഴമൊന്നും കഴിക്കാൻ പറ്റാതെ പഴമൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനത് 2 മാത്രം പുറത്ത് വെച്ച് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അതേപോലെ വേണ്ട ഫ്രൂട്ട്സ് മാത്രം പുറത്ത് വെച്ച് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ്. ഇനി നമുക്ക് വാഷ് ബേസിനും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ സ്റ്റവ് വൃത്തിയാക്കിയില്ലേ അതുപോലെ തന്നെയാണ് ഞാൻ ഇതും വൃത്തിയാക്കാറുള്ളത്. കുറച്ച് സോഡാപ്പൊടി, വിനാഗിരി, ഡിഷ് വാഷിംഗ് സോപ്പ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഉരയ്ക്കുകയാണ് ചെയ്യാറ്. ഈ നാരങ്ങയുടെ തൊലി ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റാറ്. ഇനി വാക്യൂം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോർ പോയപ്പോൾ ഉള്ളി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ ഉള്ളിയൊക്കെ വാങ്ങാറ്. അവസാനം ഇതാ നമ്മുടെ കിച്ചൺ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നമ്മൾ തുടങ്ങിയപ്പോൾ എങ്ങനെ കിടന്നിരുന്ന കിച്ചണാ, ഇപ്പം ഇതാ മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ നെയ്യ് ഒരുക്കിയിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ. നമുക്ക് നെയ്യിൻ്റെ ആവശ്യമുണ്ട് ഇനിയും. അപ്പോൾ വേഗം ഞാൻ കോസ്കോന്ന് വാങ്ങിയ ബട്ടർ എടുത്തിട്ട് ഉരുക്കാൻ നോക്കുകയാണ്. സാധാരണ ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. നമുക്ക് വിശ്വസിച്ച് മിൽക്കൊക്കെ കൊടുക്കും ചെയ്യാം, ലാഭമാണ് കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്ത് ഞാൻ പാത്രത്തിൽ എടുത്ത് വെക്കും. നമ്മൾ കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. ഇതാ കണ്ടോ, നല്ല ഫ്രഷ് ഹോം മെയ്ഡ് ഗീ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് അതിലെഴുതാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.